ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചെമ്പരപ്പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടി വിയിൽ വരുന്ന എൻ്റെ കഥ ചുരുക്കത്തിൽ അറിയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അങ്ങനെ ശ്രുതിയും തമ്മിൽ നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതുപോലെ തന്നെയാണ് തുടക്കം. ആ ചെറിയൊരു ഭാഗം കാണിക്കുന്നുണ്ട്. ശ്രുതിയോട് പറയുന്നുണ്ട് നേരത്തെ വന്നുകൂടി എന്തിനാ ഇത്ര വൈകുന്നതെന്ന്. ശ്രുതി പറയുന്നുണ്ട് അത് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാലേ എനിക്ക് വരാൻ പറ്റുള്ളൂ നല്ല രീതിയിൽ. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട് അങ്ങനെയൊന്നും വേണ്ട, അതിനൊന്നും ആവശ്യമൊന്നുമില്ല, നീ എക്സ്ട്രാ പണി എടുക്കുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ സാലറി കൂട്ടിത്തരാൻ വേണ്ടി പറയണം. അപ്പോൾ ശ്രുതി പറയും എന്നിലെ കഴിവ് അദ്ദേഹം അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്, അദ്ദേഹം എന്നെ വിശ്വസിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഓവർ ടൈമായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നത്, അത് ഗ്രോത്തിന് വേണ്ടിയിട്ടല്ലേ, നമ്മൾ ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറയും. അപ്പോൾ ശ്രുതി പറയും അതൊന്നും വേണ്ട, അതൊക്കെ അവർ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി, അവരെ കൂടുതൽ വർക്ക് തീരാൻ വേണ്ടിയിട്ട് ശ്രുതിയെ വെറുതെ പറ്റിക്കുന്നതാണ്, അതുകൊണ്ട് അതൊന്നും വേണ്ട എന്നൊക്കെ പറയും. എന്നിട്ട് ശ്രുതി ഷർട്ട് അയച്ചിടാൻ പോകുമ്പോഴത്തേക്ക് ശ്രുതി പറയും എന്തോ ഭയങ്കര ഒരു സ്മെല്ലുണ്ടല്ലോ, എന്താ അത് ഇങ്ങനെ പറയും. എന്നിട്ട് ഇങ്ങനെ മണപ്പിച്ച് വെക്കും. അപ്പോൾ ശ്രുതിയുടെ ഷർട്ട് മണപ്പിച്ച് വെക്കുമ്പോൾ അതായിരിക്കും ഈ ഷർട്ടിൻ്റെ മണം വരുന്നത്, അതും സാമ്പാറിൻ്റെ മണം എന്നൊക്കെ പറയും. അപ്പോൾ ശ്രുതി പറയും സാമ്പാറിൻ്റെ മണം എനിക്കൊന്നും മണക്കുന്നില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും എന്തേ ശ്രുതിക്കെന്താ മണക്കാത്തത്, ജലദോഷമുണ്ടോ? എനിക്കും നല്ല സ്മെല്ല് വരുന്നുണ്ട്, ചേട്ടൻ തന്നെയാണ് സ്മെല്ല് വരുന്നതെന്ന് പറയും. എന്നിട്ട് അപ്പോൾ ശ്രുതി പറയും അത് ഇന്ന് വർക്ക് ചെയ്യുന്നിടയ്ക്ക് ഒരാൾ പെർഫ്യൂം വെക്കാൻ വേണ്ടി വന്നിരുന്നു, പെർഫ്യൂമിൻ്റെ സ്മെല്ലാണത്, അതിൽ ഒന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ അടിച്ചു നോക്കിയിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ശ്രുതി പറയും ഇതെന്താ ശ്രുതി എന്താ ഇങ്ങനെ, അന്ന് മസാല ദോശയുടെ സ്വപ്നം കണ്ടു, ഇന്നിതാ സാമ്പാറിൻ്റെ പെർഫ്യൂം എടുത്ത് അടിക്കുന്നു, ഇതൊന്നും വേണ്ട, ഞാൻ നല്ലൊരു പെർഫ്യൂം വേറെ വാങ്ങിത്തരാം ശ്രുതിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് ശ്രുതി അങ്ങോട്ടേക്ക് പോകും. അങ്ങനെ അതത്രയേ ഉള്ളൂ. പിന്നെ കാണിക്കുന്നതാണ് രാവിലെ പിറ്റേന്ന് എല്ലാവരും കൂടെ മഹേഷിൻ്റെ ഫ്രണ്ട്സ് ആ ടാക്സി സ്റ്റാൻഡിൽ ബാക്കി എല്ലാവരും കൂടെ ഇന്നിങ്ങനെ വർത്തമാനം പറയണം. സച്ചിക്ക് ഞങ്ങളോട് ദേഷ്യം ഉണ്ടാവും, സച്ചി നമുക്ക് വേണ്ടിയിട്ടല്ലേ കാറ് വിൽക്കേണ്ടി വന്നത് എന്നൊക്കെ പറയണം, അവനെ കാണുന്നില്ലല്ലോ വരുന്നില്ലല്ലോ എന്നൊക്കെ പറയണം. അപ്പം മഹേഷ് പറയുന്നുണ്ടേ അവന് ദേഷ്യം ഉണ്ടാവാനാ, അവൻ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അവൻ എന്തെങ്കിലും ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ മുന്നും പിന്നും നോക്കില്ല, അവൻ ആ കാര്യം ചെയ്തിരിക്കും, അതാണ് നീ അങ്ങനെയൊന്നും നമ്മളോട് ദേഷ്യമൊന്നും ഉണ്ടാവുമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഓട്ടോ അങ്ങ് നീങ്ങി വരുന്നുണ്ടാവും, ഇവരെ ടാക്സി സ്റ്റാൻഡിൻ്റെ ലക്ഷ്യം വെച്ചുകൊണ്ട്. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട് ഇവിടേക്കാണോ, ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടാണോ, ഇവിടെ ടാക്സിക്ക് തന്നെ ഓട്ടോ ഇല്ല പിന്നെയാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മഹേഷ് പറയും. എന്നിട്ട് ഓട്ടോ അവിടെ നിർത്തും. അതിൽ നിന്ന് ഇറങ്ങി വരുന്നത് ആരാ, നമ്മുടെ സച്ചി ഓട്ടോ എടുക്കാൻ തീരുമാനിച്ചു എന്ന് പറയും. അപ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര വിഷമം, സച്ചി നീ ഇത് എന്നൊക്കെ പറയും. അപ്പോൾ എന്നാലും ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ നീ നിൻ്റെ കാറ് വെക്കേണ്ടി വന്നത്, നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുന്നു, നീയോ ഇങ്ങനെ നിൻ്റെ ഇതാലോചിക്കുമ്പോഴാണ് നമുക്ക് സങ്കടം എന്നൊക്കെ പറയും. അപ്പോൾ സച്ചി നീ വെറുതെ ഇമോഷണലായിട്ട് സെൻറ്റിമെൻ്റലായിട്ട് ഡയലോഗ് അടിക്കില്ല, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഈ ഇത് തിരഞ്ഞെടുത്തത്, ഞാൻ ഭയങ്കര സന്തോഷത്തോടെ തന്നെയാണ് ഓട്ടോ ഓടിക്കാൻ തീരുമാനിച്ചത് എന്നൊക്കെ പറയും. അപ്പോൾ മഹേഷ് പറയും എന്തിനാണ് എനിക്ക്, ഞാൻ വേണമെങ്കിൽ ഒരു വാടകയ്ക്ക് ഒരു കാർ ഏർപ്പാടാക്കി തരാം, നീ എന്തിനാണ് ഓട്ടോ ഓടിക്കുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ സച്ചി പറയും കാറിനായാലും വാടക കൊടുക്കണം, ഓട്ടോയ്ക്കായാലും വാടക കൊടുക്കണം, ഞാൻ കുറച്ച് നാൾ ഞാൻ ഇത് ഓടിച്ചോളാം, ഞാൻ ഭയങ്കര സന്തോഷത്തോടെ പറയുന്നത്, ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയും. എന്നിട്ട് മഹേഷ് പറയും ഞാൻ വേണമെങ്കിൽ നിനക്ക് എൻ്റെ കാറ് തരാം, നീ അത് ഓടിച്ചോ എന്നൊക്കെ പറയും. അപ്പോൾ സച്ചി ചോദിക്കും അപ്പോൾ നീ എന്ത് ഓടിക്കും, വെറുതെ ഓവർ സെൻറ്റിമെൻ്റൽ കാണിക്കണ്ട, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, കുറച്ച് കാലം ഓട്ടോ ഓടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് സിറ്റിയിൽ പോയാൽ നല്ലൊരു ഓട്ടോ കിട്ടും, ഞാൻ പോവുകയാണ്, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പോവുകയാണെന്ന് പറയും. എനിക്ക് കയറാൻ നോക്കുമ്പോൾ ബാക്കി എല്ലാവരും പോകും, മഹേഷ് അവിടെ തന്നെ ഉണ്ടാവും. കയറാൻ നോക്കുമ്പോഴത്തേക്ക് സച്ചി പറയും അച്ഛനോടും രേവതിയോടും ഇത് പറഞ്ഞിട്ടില്ല, അവരോട് കാറ് വർക്ക്ഷോപ്പിൽ വെച്ചെന്നാണ് പറഞ്ഞത്, ഓട്ടോ എടുക്കുന്ന കാര്യമൊന്നും അവരോട് പറയേണ്ട, അവർക്ക് വിഷമാവും, കാറും വർക്ക്ഷോപ്പിലാന്നുള്ള കാര്യമേ നീയും അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ അങ്ങനെ പറയാവുള്ളൂ എന്നിങ്ങനെ മഹേഷിനോട് സച്ചി ഒന്ന് പറയും. എന്നിട്ട് സച്ചി പറയും പോവാണ്, സിറ്റിയിൽ പോയാൽ നല്ല ഓട്ടോ കിട്ടുമെന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ടേക്ക് പോകും. ശ്രുതിയുടെ ഹോട്ടലിൻ്റെ ഇതാണ് കാണിക്കുന്നത്. ശ്രുതി ഇങ്ങനെ മറ്റവനോട് ചോദിക്കും എനിക്ക് ഇന്ന് നമുക്ക് ശമ്പളം കിട്ടുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയും കൊല്ലങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ഞങ്ങൾക്ക് നേരമാണ് ശമ്പളം കിട്ടുന്നില്ല, പിന്നെ ഇപ്പോൾ വന്ന് നിനക്ക് എന്നൊക്കെ പറയണം. അപ്പോൾ ശമ്പളവും ഇല്ല ജോലിയും ഉണ്ട്, ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പോഴത്തേക്കാണ് ഓണർ അവിടെ വരും. എന്നിട്ട് പറയും ഇതെന്താ നിങ്ങൾ രണ്ടാളും കൂടെ രഹസ്യം പറയുന്നത്, വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാതെ അവിടെ കസ്റ്റമേഴ്സ് വന്നിട്ടാണ് പോയിട്ട് ഓർഡർ എടുക്കുമെന്ന് ഇങ്ങനെ പറയും. എന്നിട്ട് അന്ന് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയില്ലേ ഒരുത്തൻ, മര്യാദയിൽ സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ശ്രുതി അടി ഉണ്ടാക്കിയില്ലേ, അതേ ആളിനെ ഇന്നും വരും. എന്നിട്ട് ഇവൻ ഓർഡർ എടുക്കാൻ പോകും. അപ്പോൾ പറയും 2 ഊത്തപ്പം വേണമെന്ന് ഇങ്ങനെ പറയും. അവരെ കണ്ടപ്പോൾ തന്നെ ശ്രുതിക്ക് മനസ്സിലാവും. എന്നിട്ട് ഓർഡർ കൊടുക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് ഒരു വെയിറ്റർ സാമ്പാറും കൊണ്ടുവരുവാണ്. എന്നിട്ട് അവനിങ്ങനെ വയറ് വേദന എടുക്കും. അപ്പോൾ അവൻ പറയും ശ്രുതി ഏട്ടാ ഇതൊന്നും ആ ടേബിളിൽ കൊടുക്കുക, എനിക്ക് വയറ് വേദന എടുക്കുന്നു, വാഷ്റൂം വരെ പോകണം എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് ശ്രുതി എന്ത് ചെയ്യും, അത് കൊണ്ടു കൊടുക്കും.
ഇതെൻ്റെ പണിയല്ല എന്നാലും എന്ന് പറഞ്ഞിട്ട് ശ്രുതി അത് കൊണ്ടു കൊടുക്കാൻ പോകുമ്പോൾ സാമ്പാർ ഒരാളുടെ മേത്ത് തട്ടിയിട്ട് ഇപ്പുറത്തെ ദേഷ്യപ്പെട്ട ആളുടെ കസ്റ്റമറിൻ്റെ മേത്ത് ക്ലയൻറ്റിൻ്റെ മേത്ത് വീഴും. പിന്നെ പറയണ്ടല്ലോ പൊടിപൂരം ദേഷ്യം, എന്തെന്നാണ് നീ കാണിക്കുന്നത്, എൻ്റെ ഷർട്ടിൽ സാമ്പാർ ആക്കിയല്ലേ, ഒരു എന്താ പറയണ്ട, ഇങ്ങനെയുള്ളവന്മാരെ എങ്ങനെ ജോലിക്ക് എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങും. പേടാ പോടാന്ന് വിളിക്കുമ്പോഴത്തേക്ക് ശ്രുതിക്ക് ദേഷ്യം പിടിക്കും. എന്താ മര്യാദയോടെ സംസാരിക്കണം എന്ന് പറയും, നീ എന്താ ചെയ്യാന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടിയാവും. ഓണർ വരും, ഓണർ വന്നിട്ട് ക്ഷമിക്കണം, ഇപ്പം ജോലിക്ക് കയറിയതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ആ പ്രശ്നം. എന്നിട്ട് ശ്രുതിയെ പിടിച്ച് വലിച്ചുകൊണ്ട് ഓണർ പോവും. എന്നിട്ട് അവിടെ എന്നിട്ട് പറയും, നീ നിന്നിവിടെ ആവശ്യത്തിന് ഒരു പൈസക്ക് ഒരു രൂപക്ക് പോലും ഗുണമില്ലാത്തവനാണ്, നീ എൻ്റെ കട പൂട്ടിക്കോ. അയാളിങ്ങനെ പൂട്ടിക്കുമെന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് നീ എൻ്റെ കട പൂട്ടിക്കോ, നീ ഇവിടെ വേണ്ട, നിന്നെ ഇവിടെ ജോലിക്ക് ആവശ്യമില്ല, നീ പോയിക്കോ എന്നൊക്കെ ശ്രുതിയോട് പറയും. എന്നിട്ട് ശ്രുതി പറയും, ആദ്യം കുറച്ചൊന്ന് താണു കൊടുക്കും. ഞാനെന്താ ചെയ്ത്, ഞാനൊന്നും തെറ്റ് ചെയ്തിട്ടില്ല, മനഃപൂർവ്വമല്ല, അറിയാതെ പറ്റിപ്പോയതാണ് ഇങ്ങനെ ശ്രുതി പറയും. പക്ഷേ ആരും കേൾക്കില്ല. ഇല്ല, നീ വന്നന്ന് മുതൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും, ഒന്നും മര്യാദയ്ക്ക് ഒരു ദിവസം പോലും ജോലി ചെയ്യില്ല, എന്തെങ്കിലും ഒരു ഇടാ കൂടെ ഒപ്പിക്കും, ഇനി വയ്യ, മര്യാദയ്ക്ക് ജോലി ചെയ്യാനും അറിയില്ല, പിന്നെ നീ എന്തിനാണ് വന്നത്, ഒരു ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് ശ്രുതിയോട് പറയും. അപ്പോൾ ശ്രുതി പിന്നെ വിട്ടുകൊടുക്കില്ല, എന്താടോ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങും. അപ്പോൾ ഹോട്ടൽ മുതലാളി ഇങ്ങനെ പറയും, നീ എന്തേ ചോദിക്കും. അപ്പോൾ ശ്രുതി പറയും, നിങ്ങളിപ്പോൾ എൻ്റെ മുതലാളിയൊന്നുമല്ലല്ലോ, നിങ്ങളെന്നെ പുറത്താക്കിയില്ലേ, പിരിച്ചു വിട്ടില്ലേ, പിന്നെന്തേ എന്നിങ്ങനെ ചോദിച്ചിട്ട് ശ്രുതിയും 4 വർത്താനം അങ്ങോട്ടേക്ക് വരും. നിങ്ങൾ എന്താ വിചാരിച്ചത്, ഞാൻ വലിയൊരു വേറൊരു ജോലി വാങ്ങിക്കും, എനിക്ക് ഈ പുറത്താക്കുന്നതൊന്നും വലിയ പുത്തിരിയൊന്നുമല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കും. ആദ്യമായിട്ടെല്ലാം പുറത്താക്കപ്പെടുന്നത് ഒരു 10-15 തവണയെങ്കിലും ഞാൻ പുറത്താക്കപ്പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് ഞാൻ നിങ്ങൾ പുറത്താക്കിയെന്ന് വെച്ചിട്ട് കരയാനൊന്നും നിൽക്കുകയൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ലത് ഒരു എന്താ പറയുക മസാല ദോശയും 4 വടയും വെക്കുന്നവന് ഇത്രയും അഹങ്കാരമൊന്നും പാടില്ല. നിങ്ങളെന്താ വിചാരിച്ചത്, ഞാൻ നിങ്ങളെ തൊട്ട് തൊഴുത്, നീ വേണമെങ്കിൽ എനിക്ക് നിങ്ങളെ കാല് തൊട്ട് തൊഴുത് മാപ്പൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ചിട്ട് ഒരു ദിവസം കൂടെ നിന്നിട്ട് എൻ്റെ വിരലിട്ട ചായ നിങ്ങൾക്ക് കൊണ്ട് തന്ന് നിങ്ങൾ കുടിപ്പിക്കായിരുന്നു. പക്ഷേ ഞാനത് വേണ്ടാന്ന് വെച്ചതേ, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് എനിക്ക് 7 ഡിഗ്രി ഉണ്ടെന്നുള്ള കാര്യം പറയും. അതുകൊണ്ട് ഞാൻ നല്ല നിലയിലെത്തും. എന്നിട്ട് അന്ന് ഞാൻ നിങ്ങളെ ഫോൺ വിളിക്കും, ഇവിടുത്തെ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഇതിന് എത്ര പൈസ, അന്ന് ഞാനിത് വിലക്കെടുക്കും എന്നൊക്കെ ഇങ്ങനെ ശ്രുതി വേണ്ടത്തേക്ക് ഇങ്ങനെ ദേഷ്യത്തോടെ ഇങ്ങനെ പറയും. ഞാൻ അന്ന് ഇത് വിലക്കെടുക്കും, ഇതിൻ്റെ ഫുൾ പൈസ ഞാൻ തന്നിട്ട് അന്ന് എത്ര നിങ്ങൾ വില പറയുന്നു അത് മൊത്തം തന്നിട്ട് ഞാനിത് എടുക്കും എന്നൊക്കെ പറയും. എന്നിട്ട് അവൻ പറയും, നമ്മുടെ ഓണർ പറയും, 1 രൂപ പോലും എടുക്കാനിപ്പോൾ ഇല്ല, എന്നിട്ടാണ് ഈ ഹോട്ടൽ എടുക്കുന്ന കാര്യം പറയുന്നതെന്ന് പറയും. 1 രൂപ പോലും ഉപകാരമില്ല, നീ എന്ന് എന്തിനാടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി പോടാന്നൊക്കെ ഇങ്ങനെ പറയും. ശ്രുതി പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് വീട്ടിൽ അപ്സെറ്റായിട്ട് വരും. സത്യങ്ങളൊക്കെ ശ്രുതിയോട് പറയും. ശ്രുതി ഇങ്ങനെ ആദ്യം വിചാരിക്കും, നേരത്തെ വരാൻ പറഞ്ഞിട്ട് ഇത്രയും നേരത്തെ വന്നോ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി ചോദിക്കും. വർക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നായിരുന്നു എന്നൊക്കെ പറയും. എന്നിട്ട് ശ്രുതി ഇങ്ങനെ പറയും, വാതിലടച്ചിട്ട് ഇങ്ങനെ പറയും, വർക്കേ ഇല്ല, വർക്ക് ജോലി പോയി എന്നുള്ള രീതിയിൽ പറയും. ശ്രുതിക്ക് നല്ല ദേഷ്യം വരും. വർക്ക് പോകാൻ ഒരു ജോലി ഇല്ലെങ്കിലും മര്യാദയ്ക്ക് നിന്നിട്ടുണ്ടോ, ഇത് ഞാൻ എൻ്റെ അറിവ് തന്നെ 5-6 പ്രാവശ്യമായി പുറത്താകാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ശ്രുതിയുടെ പ്രശ്നമാണ്, അല്ലാതെ അവരുടെ ഒന്നുമല്ല. അപ്പോൾ ശ്രുതി പറയും, സെൽഫ് റെസ്പെക്റ്റ് വിട്ടിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാനൊന്നും ചെയ്യില്ല, എന്നെ അപമാനിച്ചു, ഇനി അവിടെ എനിക്ക് നിൽക്കാനൊന്നും പറ്റില്ല എന്നിങ്ങനെ ശ്രുതി പറയും. അപ്പോൾ ശ്രുതി പറയും, അതൊക്കെ കുറച്ച് സഹിക്കണം, എന്നാലേ നെക്സ്റ്റ് ലെവലിൽ പോകാൻ പറ്റുള്ളൂ ലൈഫിൻ്റെ എന്ന് പറയും. ഞാനൊക്കെ അങ്ങനെ തന്നെയാണ്, ലൈഫിന് വേണ്ടിയിട്ട് കുറച്ചൊക്കെ സഹിച്ചും ക്ഷമിച്ചൊക്കെ നിൽക്കണം എന്നൊക്കെ പറയും. അപ്പോൾ ശ്രുതി പറയും, എനിക്കതിന് പറ്റില്ല, എനിക്ക് സെൽഫ് റെസ്പെക്റ്റ് വിട്ടിട്ട് ഒരു കളിയുമില്ല, ഞാനതൊന്നും ക്ഷമിക്കുകയില്ല, സഹിക്കുകയില്ല എന്നൊക്കെ പറയും. എന്നിട്ട് ശ്രുതി ഇങ്ങനെ പറയും, ഒരു ഉപകാരമില്ലല്ലോ, 1 രൂപയുടെ ഉപകാരം, ഒരു 100 രൂപയൊന്നും അതും എനിക്ക് ഇന്ന് വരെ ശ്രുതിക്ക് പറ്റിയിട്ടില്ല, 100 രൂപ പോലും, ഒരു 100 രൂപയുടെ ഉപകാരം പോലും എനിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ശ്രുതിനെ കൊണ്ടെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരുന്നിട്ട്, നീ എന്താ എന്നെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുകയാണെന്നൊക്കെ പറയും. അപ്പോൾ ശ്രുതി എന്താ, എനിക്ക് ദേഷ്യം തോന്നുന്നുണ്ടോ, ഉള്ള കാര്യമല്ലേ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ശ്രുതി പറയും, എനിക്ക് വിട്ട് വിളിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് വീണ്ടും എനിക്ക് ദേഷ്യം വരുന്നത്, ഞാൻ എന്തെങ്കിലും ചെയ്യും, ഇനി എങ്ങനെ ഇവിടെ നിൽക്കുക, ജോലിയിലേ ഇല്ലാണ്ട് നിൽക്കുമ്പോഴുള്ള കാര്യം നിനക്ക് അറിയാലോ, അവൻ്റെ മുന്നിൽ ഇനി തല ഒളിച്ച് വെക്കേണ്ടതൊക്കെ പറയും. അപ്പോൾ എപ്പം നോക്കിയാലും അവൻ്റെ മുന്നിൽ തല ഒളിച്ച് വെക്കുന്നതാണ് നിൻ്റെ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ശ്രുതിയും പറയും. എന്നിട്ട് അതന്നെയാണ് പ്രശ്നം, ഇല്ലാണ്ടിരിക്കുമ്പോഴുള്ള കാര്യം നിനക്കറിയാലോ, അവൻ എന്നെ ഇൻസൾട്ട് ചെയ്യും, അവൻ എന്നെ കുറേ പറയും, കളിയാക്കും, നിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതിനുള്ളത് എനിക്ക് നല്ലോണം തരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രുതിയും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിട്ട് ശ്രുതി ഇറങ്ങിപ്പോവും. ഒന്നും പറയാനില്ല, എന്നിട്ട് എനിക്ക് ജോലിയുണ്ട്, നിന്നെ പോലെയല്ല, എനിക്ക് ജോലിയുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇറങ്ങിപ്പോവും. ശ്രുതിക്ക് ഭയങ്കര വിഷമമാവും.
പിന്നെ കാണിക്കുന്നത് രേവതിയുടെ അമ്മയും ദേവും അവിടെ എത്തും. രേവതി പൂക്കട പോയിട്ട് വരാമെന്ന് പറയും. ചന്ദ്രമതി അതിനെ തടുക്കും. എടുത്ത പണിയൊക്കെ ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറയും. രവി പറയും അത് നീ ചന്ദ്രമതി നിനക്ക് ചെയ്യാലോ, മോള് പൂക്കട പോയിട്ട് വരട്ടെ എന്ന് പറയുമ്പോൾ രേവതി പോകാൻ നോക്കുമ്പോഴാണ് അമ്മയും ദേവുവിനെയും കാണുക. എന്നിട്ട് അവളെ അകത്ത് വിളിച്ചിരുത്തും. ചന്ദ്രമതി ദേഷ്യപ്പെട്ട് പോകാൻ നോക്കുമ്പോൾ രവി അവളെ അവിടെ ചന്ദ്രമതിനെയും പിടിച്ചിരുത്തും. വന്നത് കണ്ടില്ലേ സംസാരിക്കുന്നു പറഞ്ഞിട്ട്. നമ്മൾക്ക് പക്ഷേ ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഈ സമയത്ത് സച്ചിയൊന്നും ഇവിടെ ഇല്ല കേട്ടോ, ഇവരേ ഉള്ളൂ. എന്നിട്ട് ഇങ്ങനെ കുറച്ച് സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കും. രവിയേട്ടൻ എങ്ങനെയുണ്ട് ഇപ്പോൾ എന്ന് പറയും. അപ്പോൾ രവി അച്ഛൻ പറയും കുഴപ്പമൊന്നുമില്ല, ശരത്തിന് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അപ്പോൾ ശരത്തിന് വേദന ഓർമ്മയുണ്ട്, പക്ഷേങ്കിൽ കോളേജിൽ പോകാനൊന്നും ആയിട്ടില്ല, പരീക്ഷയൊന്നും കഴിയൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ വിഷമത്തോടെ പറയും. എന്നിട്ട് രേവതിയോട് കുടിക്കാനെടുക്കാൻ വേണ്ടി പറയും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവിടെയാണ് കഴിയുന്നത്. താങ്ക് യു സോ മച്ച്.